ഭൂമിയിലേക്ക് എന്തിനാണ് പിറന്നു വീണതെന്ന് നമ്മളൊക്കെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടില്ല. ഉറ്റവരും സുഹൃത്തുക്കളുമൊക്കെ ഒറ്റപ്പെടുത്തുമ്പോഴും ചെറിയ പ്രതിസന്ധികളിലും ഇങ്ങനെ ജീവിതം വെറുത്ത പല അനുഭവങ്ങളും മനസ്സിലുണ്ടാകാം. പക്ഷെ ചില വാർത്തകൾ കേൾക്കുമ്പോഴാണ് നമ്മളെത്ര സൗഭാഗ്യമുള്ളവരാണെന്ന് തിരിച്ചറിയുന്നത്. കുമളിയിലെ 4.5 വയസ്സുകാരൻ ഷെഫീഖിനെ ഓർക്കുന്നില്ല. പിച്ച വയ്ക്കും മുൻപ് പെറ്റമ്മയെ നഷ്ടപ്പെട്ടു. പിന്നീട് അച്ഛൻ്റെയും രണ്ടാനമ്മയുടെയും ക്രൂരത അവൻ്റെ ജീവിതം തന്നെ ഇരുട്ടിലാക്കി. ആ ക്രൂരതയ്ക്ക് ശിക്ഷ വിധിക്കപ്പെട്ട ദിവസം അതിലും ഹൃദയഭേദകമായ മറ്റൊരു ക്രൂരതയെക്കുറിച്ചും കേട്ടു. കോതമംഗലത്ത് 6 വയസ്സുകാരിയെ രണ്ടാനമ്മ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതിൻ്റെ കാരണമറിഞ്ഞാൽ എത്ര ദുഷ്ടത നിറഞ്ഞതാണ് ഈ ലോകമെന്ന് ചിന്തിച്ചു പോകും. കേരളത്തെ നടുക്കിയ 2 കേസുകൾ ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ഇടുക്കി കുമളിയിലെ 4.5 വയസ്സുകാരൻ ഷെഫീഖിൻ്റെ മുഖം നമുക്കങ്ങനെ മറക്കാൻ പറ്റുമോ? പിച്ച വയ്ക്കും മുൻപ് ഒറ്റപ്പെടലിൻ്റെ വേദന അറിഞ്ഞവൻ, കുരുന്നു പ്രായത്തിൽ സമാനതകളില്ലാത്ത ക്രൂരത ഏറ്റുവാങ്ങിയ കുരുന്ന്, 11 വർഷം മുൻപത്തെ മുറിപ്പെടുത്തുന്ന ഓർമ്മകളെല്ലാം മറന്ന് അവൻ കളിയും ചിരിയും കുസൃതിയുമായി ജീവിക്കുന്നുണ്ട്. 16-ാം വയസ്സിലും കുട്ടിത്തം മാറാത്ത ഷെഫീഖിനെ ഇപ്പോൾ വളർത്തുന്നത് രാഗിണി എന്ന ആയയാണ്, അവൻ്റെ പോറ്റമ്മ. തൻ്റെ ജീവിതം ഇരുട്ടിലാക്കിയവർക്ക് കോടതി ശിക്ഷ വിധിച്ചത് അവൻ അറിഞ്ഞു കാണുമോ? ഷെഫീഖിനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ രണ്ടാനമ്മ അനീഷയ്ക്ക് 15 വർഷവും അച്ഛൻ ഷെരീഫിന് 9 വർഷവും കഠിന തടവ് ശിക്ഷ. അനീഷ 2 ലക്ഷം രൂപയും ഷെരീഫ് 50,000 രൂപയും പിഴയടക്കണമെന്ന് ഇടുക്കി 1-ാം ക്ലാസ് അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധിയിലുണ്ട്. ഷെഫീഖിനെ ക്രൂരമായി പീഡിപ്പിച്ച കേസിൽ അച്ഛൻ ഷെരീഫും രണ്ടാനമ്മ അനീഷയും കുറ്റക്കാരെന്ന് ഇടുക്കി 1-ാം ക്ലാസ് അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയിരുന്നു. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ശിക്ഷ വിധിച്ചത്. 1-ാം പ്രതി ഷെരീഫിന് 9 വർഷം കഠിന തടവ് അനുഭവിക്കണം, 50,000 രൂപ പിഴയും അടക്കണം. 2-ാം പ്രതി അനീഷയ്ക്ക് 15 വർഷം തടവും 2 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ. വിധി തൃപ്തികരമെന്ന് പ്രോസിക്യൂഷൻ പ്രതികരിച്ചു. ഷെഫീഖിന് നീതി കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഈ കേസിൽ പ്രധാനമായിട്ടും 1-ാം പ്രതിക്ക് 326 IPC പ്രകാരം 7 വർഷം തടവും 50,000 രൂപ പിഴയും, അതുപോലെ തന്നെ 323 IPCക്ക് 1 വർഷം തടവും, JJ ആക്ട് പ്രകാരം 23 പ്രകാരം 1 വർഷം തടവും, 2-ാം പ്രതിക്ക് 307 IPC പ്രകാരം 10 വർഷം തടവും 2 ലക്ഷം രൂപയും പിഴയും, 324 IPC പ്രകാരം 3 വർഷം തടവും, 323 IPC പ്രകാരം 1 വർഷം തടവും, JJ ആക്ട് 23 പ്രകാരം 1 വർഷം തടവുമാണ് വിധിച്ചിരിക്കുന്നത്. ഈ ശിക്ഷ എല്ലാം ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയോ? എങ്ങനെയാണ് ശിക്ഷ? സെപ്പറേറ്റ് ആണ്. JJ ആക്ട് ഉൾപ്പെടെയുള്ള വകുപ്പുകളുണ്ട്, പ്രത്യേകം അനുഭവിക്കണം. അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇത്രയും കാലം ഇവർ നേരത്തെ തടവ് ശിക്ഷ അനുഭവിച്ചു. കുറച്ച് ദിവസങ്ങളോ ഏകദേശം ഒരു 3 മാസത്തോളം ഇവർ ജയിലിൽ കിടന്ന് അത് സെറ്റ് ഓഫ് ചെയ്യും. അത് കഴിച്ചിട്ടുള്ള ബാക്കി ശിക്ഷ അനുഭവിച്ചാൽ. സംഭവം നടന്ന് 11 വർഷങ്ങൾക്ക് ശേഷമാണ് കോടതി വിധി. ഷെരീഫിന്റെ ആദ്യ ഭാര്യയിലെ കുട്ടിയായ ഷെഫീഖിനെ 2-ാം ഭാര്യ അനീഷ ഒഴിവാക്കണമെന്ന ഉദ്ദേശത്തോടെ ക്രൂരമായി പീഡിപ്പിച്ചെന്നാണ് കേസ്. മർദ്ദനത്തിൽ ഷെഫീഖിന്റെ തലയ്ക്ക് മാരകമായി മുറിവേൽക്കുകയും ശരീരമാസകലം പൊള്ളലേൽക്കുകയും ചെയ്തിരുന്നു. കുട്ടിയുടെ നിലവിളി കേട്ട് ഓടിക്കൂടിയ അയൽവാസികളാണ് ഷെഫീഖിനെ ആശുപത്രിയിലാക്കിയത്. വിധിയിൽ സന്തോഷമുണ്ടെന്ന് ഷെഫീഖിന്റെ പോറ്റമ്മയായ രാഗിണി പ്രതികരിച്ചു. സന്തോഷമാണ് സാറേ. അതായത് ഞാൻ മാത്രമല്ലല്ലോ, ഈ കേരളത്തിലെ അല്ലെങ്കിൽ ലോകത്തിലെ എല്ലാ മലയാളികളും, മനസാക്ഷിയുള്ള എല്ലാ മലയാളികളും എല്ലാവരും അവന് വേണ്ടി, എൻ്റെ കൊച്ചു മാത്രമല്ലല്ലോ, അപ്പം എല്ലാവരും ആഗ്രഹിച്ചതല്ലേ. അതിൽ നമ്മുടെ ചാനൽ, പത്രം, നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, വക്കീല് സാർമാരുടെ ഡിപ്പാർട്ട്മെൻറ്റ്, ഗവൺമെൻറ്റിൻ്റെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസേഴ്സ്, അന്നത്തെ കാലത്തിൽ ഈ ചൈൽഡ് ലൈൻ അതിലുള്ള സാർമാരൊക്കെ ഒത്തിരി കൂടി നടന്ന്, ഡോക്ടേഴ്സ് എടുത്തു പറയാനത്, ഡോക്ടേഴ്സിന് ഒത്തിരി നന്ദി പറയുന്നു. മർദ്ദനത്തിൽ തലച്ചോറിനേറ്റ ക്ഷതം മൂലം സംസാരശേഷി നഷ്ടപ്പെട്ട ഷെഫീഖ് 1 വർഷം നീണ്ട ചികിത്സയ്ക്ക് ശേഷമാണ് നേരിയ തോതിൽ സംസാരിക്കാൻ തുടങ്ങിയത്. നിലവിൽ തൊടുപുഴയിലെ അൽ അസർ മെഡിക്കൽ കോളേജിൽ സർക്കാർ സംരക്ഷണയിലാണ് ഷെഫീഖ്. News 18 ഇടുക്കി.
കുമളിയിലെ ഷെഫീഖിനെ പോലെ ഈ മണ്ണിൽ ജനിക്കേണ്ടിയിരുന്നില്ല എന്ന് ചിന്തിക്കുന്ന എത്രയോ കുരുന്നുകൾ നമ്മുടെ നാട്ടിലുണ്ടാകും. കോതമംഗലം നെല്ലിക്കുഴിയിലെ 6 വയസ്സുകാരി മസ്കാന അനുഭവിച്ച ക്രൂരതയെക്കുറിച്ച് അറിഞ്ഞാൽ മനസ്സാക്ഷിയുള്ളവരുടെ ഉള്ളു നീറും. രണ്ടാനമ്മ അനീഷയുടെ സ്വാർത്ഥ മോഹമാണ് ആ കുരുന്നിൻ്റെ ജീവൻ തന്നെ ഇല്ലാതാക്കിയത്. ഒടുവിൽ ശ്വാസം കിട്ടാതെ അവൾ പിടഞ്ഞു മരിച്ചപ്പോൾ ഇനി സുഖിച്ച് ജീവിക്കാമെന്ന് അനീഷ കരുതി കാണണം. 24 മണിക്കൂർ തികയും മുൻപ് പ്രതി രണ്ടാനമ്മ തന്നെയെന്ന് പോലീസ് ഉറപ്പിച്ചു. കേസിൽ കുഞ്ഞിൻ്റെ പിതാവ് ഉത്തർപ്രദേശ് സ്വദേശി അജാസ് ഖാന് പങ്കില്ലെന്നും അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നു. കേസിൽ മന്ത്രവാദത്തിൻ്റെ സാധ്യതയും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അജാസിന്റെ ആദ്യ ഭാര്യയിലെ മകളായ മുസ്കാൻ ജീവിതത്തിൽ തടസ്സമാകുമോ എന്ന ഭയമാണ് കൊലപാതകത്തിന് കാരണമായി അനീഷ പറയുന്നത്. അതോടൊപ്പം മുസ്കാനെ ഇടയ്ക്കിടെ കാണാനെത്തുന്ന ആദ്യ ഭാര്യയുമായി അജാസ് ഒന്നിക്കുമോ എന്ന ആശങ്കയും അനീഷയ്ക്കുണ്ടായിരുന്നു. ആദ്യം കൊലപാതകത്തിൽ അജാസിന് പങ്കുണ്ടോ എന്ന് പോലീസും സംശയിച്ചിരുന്നുവെങ്കിലും തുടർന്നുള്ള അന്വേഷണത്തിൽ നിരപരാധിയാണെന്ന് വ്യക്തമായി. അജാസിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മന്ത്രവാദ ചികിത്സ നടത്തുന്ന ചിലരെപ്പറ്റിയും പോലീസ് അന്വേഷണം നടത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ അനീഷയെ മന്ത്രവാദ ചികിത്സ നടത്തിയ നൌഷാദിനെ കസ്റ്റഡിയിലെടുത്തു. കൊലപാതകവുമായി നിലവിൽ ഇയാൾക്ക് ബന്ധമുള്ളതായി കണ്ടെത്താനായില്ലെന്ന് പോലീസ് പ്രതികരിച്ചു. അജാസ് ഖാനിൻ്റെ രണ്ടാമത്തെ ഭാര്യയായിരുന്നു. സോ ഇപ്പോൾ കുറച്ച് സമീപകാലം ഈ അജാസ് ഖാനിൻ്റെ ആദ്യം ഭാര്യ ഇപ്പോൾ വെസ്റ്റ് ബംഗാളിലുണ്ട്. ആ ആദ്യം ഭാര്യ ഈ മരണപ്പെട്ട കുട്ടീനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി കുറേ തവണ വിളിച്ചിരുന്നു. സോ അതിനെക്കുറിച്ച് ജെലസി പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു. അത് നമുക്ക് ആദ്യമാണ് കിട്ടിയിട്ടുള്ള വിവരം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് തെളിഞ്ഞതോടെയാണ് അന്വേഷണം മാതാപിതാക്കളിലേക്ക് തിരിഞ്ഞത്. രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്ന കുട്ടി രാവിലെ വിളിച്ചപ്പോൾ എഴുന്നേൽക്കുന്നില്ല എന്നായിരുന്നു ഇവർ പോലീസിനോട് പറഞ്ഞത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ചോദ്യം ചെയ്യലിൽ അനീഷ കുറ്റം സമ്മതിക്കുകയായിരുന്നു. ന്യൂസ് 18 കൊച്ചി. സ്കൂൾ തലം മുതൽ ഗുഡ് ടച്ചും ബാഡ് ടച്ചും എന്താണെന്ന് നമ്മുടെ കുട്ടികൾ വ്യക്തമായി തന്നെ പഠിച്ചു വളരുന്നുണ്ട്. കാമുകനാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും നിങ്ങളുടെ അനുവാദമില്ലാതെ ശരീരത്തിൽ സ്പർശിക്കാൻ പെൺകുട്ടികൾ അനുവദിക്കരുത്. പ്രണയബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ചെറിയ പാകപ്പിഴകൾ മതി ജീവിതം തന്നെ കീഴ്മേൽ മറിയാൻ. പത്തനംതിട്ടയിൽ ഗർഭിണിയായ +2 വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ പുറത്തുവന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. പെൺകുട്ടിയുടെ ഗർഭസ്ഥ ശിശുവിൻ്റെ പിതാവ് സഹപാഠി തന്നെയെന്ന് DNA പരിശോധനാ ഫലം വ്യക്തമാക്കുന്നു. പെൺകുട്ടിയുടെ മരണശേഷം സഹപാഠി ആലപ്പുഴ സ്വദേശി അഖിലിനെ പോക്സോ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ മാസം 25-നാണ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ 17-കാരിയുടെ മരണം സംഭവിച്ചത്. പെൺകുട്ടിയുമായി അടുപ്പത്തിലായിരുന്ന സഹപാഠി അഖിലിനെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. അഖിൽ കുറ്റസമ്മതം നടത്തിയതിന് പിന്നാലെയാണ് DNA സാമ്പിൾ ശേഖരിച്ച് പോലീസ് പരിശോധനയ്ക്ക് അയച്ചത്. പെൺകുട്ടി ഗർഭിണിയായതിന്റെ ഉത്തരവാദി ഇയാൾ തന്നെയെന്ന് സ്ഥിരീകരിക്കുന്നതാണ് DNA ഫലം. കഴിഞ്ഞ മാസം 22-നാണ് പനിയെ തുടർന്നുണ്ടായ അണുബാധയ്ക്ക് പെൺകുട്ടി സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. 25-ാം തീയതി പുലർച്ചെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ പെൺകുട്ടി മരിച്ചു. 17-കാരിയുടെ മരണത്തിൽ സംശയം തോന്നി പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴാണ് 5 മാസം ഗർഭിണിയാണെന്ന് കണ്ടെത്തിയത്. തുടർന്ന് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തു. ഗർഭമലസിപ്പിക്കാൻ പെൺകുട്ടി അമിത അളവിൽ മരുന്ന് കഴിച്ചെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിരുന്നു. പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നെന്നാണ് പോലീസ് പറയുന്നത്. കുട്ടിയുടെ ബാഗിൽ നിന്ന് കിട്ടിയ കത്തടിസ്ഥാനമാക്കി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സഹപാഠിയെ അറസ്റ്റ് ചെയ്തത്. പെൺകുട്ടിയെ വീട്ടിലെത്തി ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പ്രതി അഖിൽ മൊഴി നൽകിയിരുന്നു. 18 വയസ്സും 6 മാസവുമാണ് ഇയാളുടെ പ്രായമെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 പത്തനംതിട്ട. നമ്മുടെയൊക്കെ പല കുടുംബങ്ങളിലെയും പ്രശ്നങ്ങൾക്ക് കാരണം സംശയവും ദാമ്പത്യ ജീവിതത്തിലെ അവിശ്വസ്തതയുമാണ്. ഇതിനെ തുടർന്നുണ്ടാകുന്ന തർക്കങ്ങൾ അരിങ്കൊലയിൽ വരെയും കലാശിക്കുന്ന കാഴ്ച. തമിഴ്നാട് കന്യാകുമാരിയിൽ വാക്കുതർക്കത്തെ തുടർന്ന് ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തിയ വാർത്ത അല്പം
ഭീതിപ്പെടുത്തുന്നതാണ്. കന്യാകുമാരി സ്വദേശി മാരിമുത്തു ഭാര്യ മരിയ സന്ധ്യയെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം കഷ്ണങ്ങളാക്കി ബാഗിലാക്കി. പിന്നീട് ശരീരാവശിഷ്ടങ്ങൾ കഴുകി കൊണ്ടുവരുന്നതിനിടെ പോലീസിൻ്റെ പിടിയിലുമായി. മക്കൾ സ്കൂളിൽ പോയി തിരിച്ചു വന്നപ്പോൾ അറിഞ്ഞത് അമ്മയുടെ മരണവിവരമാണ്. കഴിഞ്ഞ ദിവസമാണ് കന്യാകുമാരി ജില്ലയിലെ 5 ഗ്രാമം എന്ന പ്രദേശത്തെ ഞെട്ടിച്ച കൊലപാതകം നടന്നത്. 30-കാരിയായ മരിയ സന്ധ്യയാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത്. ഇവരുടെ ഭർത്താവ് 35-കാരനായ മാരിമുത്തുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഷ്ണങ്ങളാക്കി ബാഗിൽ സൂക്ഷിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. 5 മാസം മുമ്പാണ് മാരിമുത്തുവും മരിയ സന്ധ്യയും 5 ഗ്രാമത്തിൽ താമസിക്കാൻ എത്തിയത്. തൂത്തുക്കുടിയിൽ മീൻ വിൽപ്പനയുമായി ബന്ധപ്പെട്ട കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു യുവതി. ഇവരുടെ പെരുമാറ്റത്തിൽ ഭർത്താവ് മാരിമുത്തുവിന് സംശയമുണ്ടായതായി പോലീസ് പറയുന്നു. ഇതിനെ തുടർന്ന് ഇരുവരും തമ്മിൽ വഴക്ക് പതിവായിരുന്നു. കഴിഞ്ഞ ദിവസം ജോലിക്ക് പോയ ഭാര്യയെ മാരിമുത്തു വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. മരിയ വീട്ടിലെത്തിയപ്പോൾ ടിവിയുടെ ശബ്ദം ഉച്ചത്തിലാക്കി വെച്ച ശേഷം കൊലപാതകം നടത്തി. തുടർന്ന് മൃതദേഹം 3 കഷ്ണങ്ങളാക്കി മുറിച്ചു. ബാഗിലാക്കി കഴുകിയ ശേഷം തിരിച്ചു കൊണ്ടുവരുന്നതിനിടെ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇവർ മാരിമുത്തുവിനെ തടഞ്ഞുവെച്ച് ബാഗ് പരിശോധിച്ചതോടെയാണ് കൊലപാതക വിവരം പുറത്തറിഞ്ഞത്. തുടർന്ന് പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. ദമ്പതിമാർക്ക് 2 മക്കളുണ്ട്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. நேற்றுக்கு சாயங்காலம் நைட்டு அந்த பையன் பேக்கில் வச்சு பொண்டாட்டியை வெட்டி வச்சுட்டு கொண்டு போயிடுறேன். இது பார்த்தவங்க ஏதோ வெயிட் இருக்குது என்ன இருக்குன்னு கேட்டால் அவங்க என்ன நாய் தான் ரொம்ப காட்டி கொடுத்தது. அப்போ கேட்டால் அது கறின்னு சொல்லுவேன். அது கறியா பார்ப்போம் அப்படின்னு சொன்னால் இல்லை மாட்டுக்கறின்னு சொன்னால் அப்படி ஒவ்வொன்றா சொல்லி பேச்ச மாற்றம்போ பிரித்து பார்த்தாங்க. பொம்பளைங்க எல்லாம் சேர்ந்து பிரித்து பார்க்கும்போது அது கை இருந்து உடல் இருந்து அப்போ சரி எல்லாமே ஆளு கூடி எல்லாம் அவனமாத்து காவல்துறைக்கு அறிவிப்பு கொடுத்து பிடிச்சாச்சு. ന്യൂസ് 18 കന്യാകുമാരി. നാട്ടിൽ നടക്കുന്ന സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പോരാടുന്ന യുവാവാണ് തൃശൂർ ചാവക്കാട് സ്വദേശി ഷോബി. അതിനയാൾക്ക് ലഭിച്ച സമ്മാനം എന്താണെന്ന് അറിയണ്ടേ? ചാവക്കാട് പഞ്ചവടി ചീട്ടുകളി സംഘത്തെക്കുറിച്ച് പോലീസിന് വിവരം നൽകിയതിന് ഏൽക്കേണ്ടി വന്നത് ക്രൂരമർദ്ദനമാണ്. താമരശ്ശേരി സ്വദേശി സനോജും സംഘവും ചേർന്നാണ് മുഖത്തടിക്കുകയും നെഞ്ചിൽ ചവിട്ടുകയും ചെയ്തത്. മർദ്ദനമേറ്റ് ഒരാഴ്ചയായിട്ടും പോലീസ് ഷോബിയുടെ മൊഴിയെടുത്തില്ലെന്നും ആക്ഷേപമുണ്ട്. ചാവക്കാട് പഞ്ചവടി സെന്ററിൽ കടയിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പോവുകയായിരുന്ന ഷോബിയെ കാറിലെത്തിയ സംഘത്തിലെ താമരശ്ശേരി സനോജ് എന്നയാൾ മർദ്ദിച്ചെന്നാണ് പരാതി. ഷോബിയുടെ മുഖത്തടിക്കുകയും നെഞ്ചിൽ ചവിട്ടുകയും ചെയ്തു. തറയിൽ വീണ ശേഷം എഴുന്നേറ്റ് പോകുന്നതിനിടയിൽ പിന്നിൽ നിന്ന് ഇരുമ്പുവടി കൊണ്ട് തലക്കടിച്ചതായും ഷോബി പറയുന്നു. പഞ്ചവടിയിൽ ഒരു ചീട്ടുകളിയുമായിട്ടുള്ളൊരു സംഭവമാണത്. ഈ ചീട്ടുകളി പിടിപ്പിച്ചത് ഞാനാണെന്ന് പറഞ്ഞിട്ടാണ് ഈ സംഭവം പറയുന്നത്. സനോജാണ് ഇത് ചെയ്തത്. കുറേ കാലമായിട്ട് ഞാനാണ് ചീട്ടുകളി പിടിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് കുറേ കാലമായിട്ട് എന്നെ ഭീഷണിപ്പെടുത്തുകയും പോലെ എൻ്റെ മക്കളാണ് നിങ്ങളൊന്നും ആളാവണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുകയൊക്കെ ഉണ്ടായി. ഈ സംഭവം നടക്കണമെന്ന് രാത്രി ഞാൻ പച്ചക്കറി വാങ്ങാൻ പോയതാണ്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് എന്നെ അടിച്ചത്. ആൾക്കാരൊക്കെ പിടിച്ചു മാറ്റാൻ്റെ ഇടയിൽ വീണ്ടും വന്നിട്ട് അടിച്ച് തല പൊട്ടിയിട്ട് 4 സ്റ്റിച്ചുണ്ട്. തലയ്ക്ക് പരിക്കേറ്റ ഷോബി ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അബോധാവസ്ഥയിലാണ് ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് നടന്ന സംഭവത്തിൽ ചാവക്കാട് പോലീസ് കേസെടുത്തില്ലെന്നും പരാതിയുണ്ട്. മർദ്ദനമേറ്റ് ഒരാഴ്ചയായിട്ടും ഇയാളുടെ മൊഴിയെടുത്തിട്ടില്ല. ഇതുവരെ പോലീസിന്റെ ഭാഗത്തുനിന്നൊരു ഇതും ഉണ്ടായിട്ടില്ല. എപ്പോഴും ഭീതിയിലാണ് കൂടുതൽ. കൊല്ലുമെന്ന് പറഞ്ഞിട്ടാണ് നടക്കുന്നത്. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല. എല്ലാവർക്കും പരാതി കൊടുത്തിട്ടുണ്ട്, ഒന്നും ആയിട്ടില്ല ഇതുവരെ. എന്താണെന്ന് എനിക്കൊരു പിടുത്തല്ല. എനിക്ക് ആകെ ചെറിയ 3 മക്കളാണുള്ളത്. ഒരു ഭാര്യയാണ്, അങ്ങനെ ഒരു കുടുംബമാണ്. ഇവർ ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ചീട്ടുകളി പോലീസിനെ അറിയിച്ചുവെന്ന തെറ്റിദ്ധാരണയിലാണ് മർദ്ദനമെന്നാണ് പരാതി. 2 മാസങ്ങൾക്ക് മുമ്പാണ് പഞ്ചവടി സെന്ററിൽ സനോജിന്റെ നേതൃത്വത്തിൽ പണം വെച്ചുള്ള ചീട്ടുകളി നടന്നത്. ആ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പോലീസിനെ വിവരമറിയിച്ചത് താനാണെന്ന തെറ്റിദ്ധാരണയിൽ അന്നു മുതൽ ജാതി അധിക്ഷേപം നടത്തുന്നതായും
തനിക്ക് നേരെ വധഭീഷണി മുഴക്കിയിരുന്നതായും ഷോബി പറഞ്ഞു. ആക്രമണമുണ്ടായ ദിവസം കല്യാണ വീട്ടിൽ വെച്ച് സനോജുമായി വാക്കുതർക്കമുണ്ടായിരുന്നു. പോലീസിൽ നിന്ന് നീതി ലഭിക്കാതായതോടെ മുഖ്യമന്ത്രിക്കും SC/ST കമ്മീഷനും ഷോബി പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 തൃശൂർ. ബാങ്കിൽ 25 ലക്ഷം രൂപ നിക്ഷേപം, പക്ഷേ ഭാര്യയുടെ ചികിത്സയ്ക്ക് പണം കിട്ടാത്ത അവസ്ഥ. ഇടുക്കി കട്ടപ്പനയിലെ വ്യാപാരി സാബു നിക്ഷേപത്തുക ആവശ്യപ്പെട്ട് പലതവണ ബാങ്കിൽ കയറിയിറങ്ങി. പണം കിട്ടിയില്ലെന്ന് മാത്രമല്ല, ജീവനക്കാരിൽ നിന്ന് പരിഹാസവും ആക്ഷേപവും ഏൽക്കേണ്ടി വന്നു. അത് സാബുവിന് സഹിക്കാവുന്നതിലും അപ്പുറമുള്ള വേദനയായിരുന്നു. ഒടുവിൽ അയാൾ സ്വീകരിച്ച മാർഗമാണ് ആത്മഹത്യ. കട്ടപ്പന റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മുന്നിലാണ് സാബു തൂങ്ങി മരിച്ചത്. സംഭവത്തിന് പിന്നാലെ LDF ഭരിക്കുന്ന ബാങ്കിനെതിരെ വലിയ പ്രതിഷേധമാണ് അരങ്ങേറിയത്. കുടുംബസ്വത്ത് വിറ്റ് കിട്ടിയ 50 ലക്ഷത്തിലധികം രൂപയാണ് സാബു കട്ടപ്പന റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിക്ഷേപിച്ചത്. പല തവണകളായി 25 ലക്ഷം രൂപ തിരികെ ലഭിച്ചു. എന്നാൽ ബാക്കി തുക നൽകാൻ സൊസൈറ്റി തയ്യാറായില്ല. കഴിഞ്ഞ ദിവസം ഭാര്യയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് നിക്ഷേപത്തുക തിരികെ വാങ്ങാൻ സാബു സൊസൈറ്റിയെ സമീപിച്ചെങ്കിലും ബാങ്ക് അധികൃതർ അപമാനിച്ച് തിരിച്ചയച്ചു എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഇന്നലെ ബാങ്കിൽ വന്ന് പൈസ വെച്ചപ്പോൾ ബാങ്കുകാർ പൈസ കൊടുത്തില്ല. പൈസ കൊടുക്കാതെ വന്നപ്പോൾ ബാങ്കുകാരുമായിട്ട് വാക്കുതർക്കം ഉണ്ടായതായിട്ടാണ് അറിവ്. വാക്കുതർക്കം എന്തെന്നുള്ളത് ഉണ്ടായതായിട്ടൊക്കെയാണ് അറിയപ്പെടുന്നത്. അത് കഴിഞ്ഞ് പുള്ളി ഭയങ്കര നിരാശനായിട്ടാണ് വീട്ടിൽ വന്നത്. ആത്മഹത്യക്ക് ഉത്തരവാദികളെന്ന് ആരോപിച്ച് കോൺഗ്രസ് BJP പ്രവർത്തകരും വ്യാപാരികളും പ്രതിഷേധവുമായി ബാങ്കിന് മുന്നിൽ സംഘടിച്ചു. കട്ടപ്പനയിൽ ഹർത്താൽ ആചരിക്കുകയും ചെയ്തു. സാബുവിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പേര് പരാമർശിക്കുന്ന ബാങ്ക് ജീവനക്കാരെ അറസ്റ്റ് ചെയ്യാതെ മൃതദേഹം മാറ്റാൻ അനുവദിക്കില്ലെന്നായിരുന്നു പ്രതിഷേധക്കാരുടെ നിലപാട്. തുടർന്ന് നടത്തിയ ചർച്ചയ്ക്ക് ശേഷം ഉച്ചയോടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ന്യൂസ് 18 ഇടുക്കി. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ തട്ടും. അതാണ് കേരള പോലീസിന്റെ ഇപ്പോഴത്തെ നയം. ഇങ്ങനെ എത്രയോ നിരപരാധികളെ പോലീസുകാർ വേട്ടയാടിയിട്ടുണ്ട്. മോഷണ കേസിൽ ഇരവിപുരം പോലീസ് ആളുമാറി കസ്റ്റഡിയിലെടുത്തത് ഒരു ക്ഷേത്ര പൂജാരിയാണ്. കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിലെ കീഴ്ശാന്തി വിഷ്ണുവിനെ ഒരു പരിശോധനയും നടത്താതെയാണ് കള്ളനെന്ന് മുദ്രകുത്തി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സംഭവത്തിൽ വീഴ്ച വരുത്തിയ പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാണ്. ചൊവ്വാഴ്ച ദീപാരാധനയ്ക്ക് ശേഷമാണ് അപ്രതീക്ഷിതമായി പോലീസ് എത്തി കീഴ്ശാന്തിയെ കസ്റ്റഡിയിലെടുത്തത്. മോഷണക്കേസിലാണ് കസ്റ്റഡിയെന്ന് കേട്ട് ക്ഷേത്ര ഭാരവാഹികളും ഭക്തരും ഞെട്ടി. ചൊവ്വാഴ്ച കസ്റ്റഡിയിലെടുത്ത വിഷ്ണുവിനെ ബുധനാഴ്ച ഉച്ചയോടെയാണ് വിട്ടയച്ചത്. അബദ്ധം പറ്റിയെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. 1 മാസം മുൻപ് കൊല്ലം പൂതക്കാട് ദേവീക്ഷേത്രത്തിലെ വിളക്കുകൾ മോഷണം പോയ സംഭവത്തിൽ ശാന്തിക്കാരനെതിരെ ക്ഷേത്രം ഭാരവാഹികൾ പരാതി നൽകിയിരുന്നു. ഈ പരാതിക്കൊപ്പം മോഷണം നടത്തിയ ആളുമായി സാദൃശ്യമുള്ള വിഷ്ണുവിന്റെ ഫോട്ടോയും ക്ഷേത്രം ഭാരവാഹികൾ പോലീസിന് കൈമാറി. ദേവസ്വം ബോർഡിലെ താൽക്കാലിക കീഴ്ശാന്തിക്കാരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നുമാണ് വിഷ്ണുവിന്റെ ഫോട്ടോ ഇവർക്ക് ലഭിച്ചത്. ഈ ഫോട്ടോ മാത്രം തെളിവാക്കിയാണ് കൂടുതൽ പരിശോധന നടത്താതെ പോലീസ് വിഷ്ണുവിനെ പിടികൂടിയത്. അപ്പോൾ ഞാൻ 2 പോലീസുകാർ വന്നിട്ട് പറഞ്ഞു, അത്യാവശ്യ കാര്യമുണ്ട്, ഒന്ന് വെരിഫിക്കേഷന് വേണ്ടി ഒന്ന് സ്റ്റേഷൻ വരെ ഒന്ന് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ശീവേലി സമയമാണ്, ശീവേലി കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അർജൻറ്റാ, പോയിട്ട് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ഒരു മണിക്കൂറോളം ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. അതിനുശേഷം 20 പോലീസുകാർ വന്നു. എൻ്റെ ഫോട്ടോയൊക്കെ കാണിച്ചിട്ട് ഒരു സംശയത്തിൻ്റെ പേരില്ല, ഒരു മോഷണ ശ്രമത്തിന് നിങ്ങളൊന്ന് ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞ് അവിടെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അവിടുത്തെ കമ്മിറ്റിക്കാർ കൊടുത്ത ഫോട്ടോസ് മൊത്തം എൻ്റെ തന്നെയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നത്. അവിടെ ചെന്നതിന് ശേഷം കമ്മിറ്റിക്കാരാ പറഞ്ഞത് ഈ ആളല്ല, അവർക്ക് ആള് മാറിപ്പോയി. വിഷ്ണുവിനെ തിരിച്ചയക്കാൻ ഇരവിപുരം പോലീസ് സ്റ്റേഷനിലെത്തിയ പൂതക്കാട് ക്ഷേത്ര ഭാരവാഹികൾ ആള് മാറിപ്പോയെന്ന് പറഞ്ഞതോടെ ഉദ്യോഗസ്ഥർ പെട്ടു. അങ്ങനെയാണ് വളരെ വേഗം ഇയാളെ വിട്ടയച്ചത്. ആദ്യം കസ്റ്റഡിയിലെടുത്ത കോന്നി പോലീസും പിന്നീട് കൊണ്ടുപോയ ഇരവിപുരം പോലീസും വളരെ മോശമായി തന്നോട് പെരുമാറിയെന്ന് വിഷ്ണു പറഞ്ഞു. 2 ദിവസം കോന്നി ക്ഷേത്രത്തിലെത്തി നിരീക്ഷണം നടത്തിയ ശേഷമാണ് പോലീസ് വിഷ്ണുവിനെ കസ്റ്റഡിയിലെടുത്തത്.
പോലീസിനെതിരെ നടപടി ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുന്നതിനു പുറമെ DGPക്കും പരാതി നൽകും. ക്ഷേത്രത്തിനുണ്ടായ നാണക്കേട് കണക്കിലെടുത്തും വ്യക്തിപരമായി അപമാനിക്കപ്പെട്ടതിലുമാണ് പരാതി നൽകുന്നത്. പത്തനംതിട്ട ജില്ലയ്ക്ക് പുറത്ത് ഒരു ക്ഷേത്രത്തിലും ഇതുവരെ പൂജ ചെയ്തിട്ടില്ലെന്നും വിഷ്ണു പറയുന്നു. ന്യൂസ് 18 പത്തനംതിട്ട. ഓൺലൈൻ പഠനത്തിന്റെ മറവിൽ അശ്ലീല സംഭാഷണങ്ങൾ, അധ്യാപകർക്ക് നേരെ കൊലവിളി. ചോദ്യപേപ്പർ ചോർച്ചയിൽ ആരോപണം നേരിടുന്ന MS സൊല്യൂഷൻസിനെതിരെ പുതിയ ആരോപണങ്ങൾ കേൾക്കുന്നുണ്ട്. MS സൊല്യൂഷൻസിന്റെ CEO ഷുഹൈബ് അധ്യാപകനെ വീട്ടിൽ കയറി കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശവും പുറത്തുവന്നു. അതിനിടെ 10ാം ക്ലാസ് +1 ക്രിസ്മസ് പരീക്ഷകളുടെ ചോദ്യക്കടലാസ് ചോർന്ന സംഭവത്തിൽ അന്വേഷണം ഊർജിതമാണ്. ഇവരുടെ ഓഫീസിലും CEO ഷുഹൈബിന്റെ കൊടുവള്ളിയിലെ വീട്ടിലും ക്രൈംബ്രാഞ്ച് റെയ്ഡ് നടത്തി. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പുറമെ ക്ലാസിനിടെ അശ്ലീല പരാമർശം നടത്തിയെന്ന പരാതിയിലും MS സൊല്യൂഷൻസിനെതിരെ കൊടുവള്ളി പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കൊടുവള്ളി MS സൊല്യൂഷൻസ് ഓഫീസിലും CEO ഷുഹൈബിന്റെ കൊടുവള്ളി ചോലയിലുള്ള വീട്ടിലും രാവിലെ 11-ന് ആരംഭിച്ച റെയ്ഡ് വൈകിട്ട് 5 മണിയോടെയാണ് അവസാനിച്ചത്. ഓഫീസിൽ നിന്ന് ലാപ്ടോപ്പ്, ഹാർഡ് ഡിസ്ക് ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ ഡിവൈസുകളും മറ്റു രേഖകളും വീട്ടിൽ നിന്ന് മൊബൈൽ ഫോണും പിടിച്ചെടുത്തു. ക്രൈംബ്രാഞ്ച് DYSP E സുനിൽകുമാറിന്റെ നേതൃത്വത്തിലാണ് 2 സംഘങ്ങളായി തിരിഞ്ഞ് റെയ്ഡ് നടത്തിയത്. ഇത് ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു എന്ന അതിന്റെ അടിസ്ഥാനത്തിൽ എടുത്ത കേസിന്റെ ഭാഗമായിട്ടുള്ള റെയ്ഡാണ്. ഡിജിറ്റൽ എവിഡൻസ് കളക്ട് ചെയ്യുക എന്നതായിരുന്നു ഉദ്ദേശം. അത് ഞങ്ങൾ കുറച്ച് ഡിവൈസസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അത് കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയാൽ മാത്രമേ ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ വെളിവാക്കാൻ പറ്റുള്ളൂ. ലാപ്ടോപ്പും മറ്റ് ചില ഡിവൈസും കമ്പ്യൂട്ടേഴ്സും ഒക്കെയാണ് എടുത്തത്. വീട്ടിൽ റെയ്ഡ് നടന്നിട്ടുണ്ട്. അവിടുന്ന് ചില ഡിവൈസസ് ഒക്കെ, ഒരു മൊബൈലും കൂടുതൽ കാര്യങ്ങൾ എനിക്കറിയില്ല. അത് വേറൊരു ഓഫീസറാണ് പോയത്. ഉണ്ടാവും. കൂടുതൽ കേസിന്റെ അന്വേഷണം എന്തായാലും തുടരും. ക്രൈംബ്രാഞ്ച് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ചോദ്യപേപ്പർ ചോർന്നുവെന്ന കണ്ടെത്തലിനെ തുടർന്ന് ഗൂഢാലോചന ഉൾപ്പെടെ 7 വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. ഇതിന് പിന്നാലെയായിരുന്നു റെയ്ഡ്. അതിനിടെ MS സൊല്യൂഷൻസ് ഉടമ ഷുഹൈബ് അധ്യാപകനെ വീട്ടിൽ കയറി കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശം പുറത്തുവന്നു. ചോദ്യക്കടലാസ് ചോർത്തിയെന്ന ആരോപണം നേരിടുന്നതിനിടെയാണ് ഷുഹൈബ് തെറിവിളിക്കുന്ന ഓഡിയോ പുറത്തുവന്നത്. MS സൊല്യൂഷൻസ് ചോദ്യക്കടലാസ് ചോർത്തുന്നുണ്ടെന്നും വീഡിയോ കാണരുതെന്ന് വിദ്യാർത്ഥികളോട് പറഞ്ഞെന്നും ആരോപിച്ചാണ് ഷുഹൈബ് അധ്യാപകനെ തെറിവിളിക്കുന്നത്. വീട് എവിടെയാണെന്നും വീടിനുള്ളിൽ കയറി കൊല്ലുമെന്നും ഇയാൾ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അല്ല, നിങ്ങളത് ഭീഷണിപ്പെടുത്താണ്ട് അതൊക്കെ എനിക്കൊരു പ്രശ്നമില്ല. പ്രശ്നമൊന്നുമില്ല. അതിനൊക്കെ വേറെ ആരാ നീ കാണും? എന്റെ പോരെ വെണ്ണക്കാട് വാ. വെണ്ണക്കാട് ഞാൻ വരോടോ. വെണ്ണക്കാട്ടിലേക്ക് എന്റെ പോരയും തപ്പി എന്റെ പോരന്റെ ഉള്ളിൽ കയറി കൊലയുടെ നീ വാ. കേട്ടാലറയ്ക്കുന്ന അസഭ്യമാണ് ഷുഹൈബ് അധ്യാപകനെ വിളിക്കുന്നത്. ഇതു സംബന്ധിച്ചും കൊടുവള്ളി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നാണ് വിവരം. ന്യൂസ് 18 മുക്കം. കോഴിക്കോട് വടകര ചേറോട് കാറിടിച്ച് 9 വയസ്സുകാരിക്ക് ഗുരുതര പരിക്കേൽക്കുകയും മുത്തശ്ശി മരിക്കുകയും ചെയ്ത കേസാണ് പോലീസ് പട്രോളിനെ പരിശോധിക്കുന്നത്. കേസിൽ പ്രതി ഷജീലിന് കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതോടെ പോലീസ് കടുത്ത നടപടികളിലേക്ക് നീങ്ങുകയാണ്. വിദേശത്തുള്ള പ്രതിയെ നാട്ടിലെത്തിക്കുന്നതിനായി ഷജീലിന്റെ പേരിൽ അന്വേഷണ സംഘം ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. ജില്ലാ ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത്. വിദേശത്തുള്ള പ്രതിയുടെ ജാമ്യാപേക്ഷ കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കഴിഞ്ഞ ദിവസം തള്ളിയത്. സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കിട്ടാവുന്ന കേസിൽ എന്തിനാണ് മുൻകൂർ ജാമ്യം തേടിയതെന്ന ചോദ്യമാണ് കോടതി പ്രതിഭാഗത്തോട് ഉന്നയിച്ചത്. ഈ സാഹചര്യത്തിൽ ഇനി അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാവുകയാണ് പ്രതി ഷക്കീലിന് മുന്നിലുള്ള മാർഗം. പ്രോസിക്യൂഷന്റെ വാദങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ടാണ് കോടതി ജാമ്യാപേക്ഷ തള്ളിയത്. ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച സാഹചര്യത്തിൽ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയാൽ പ്രതി പിടിയിലാവും.
ഷജീൽ ഓടിച്ച വാഹനമിടിച്ച് തലശ്ശേരി പന്നിന്നൂർ പഞ്ചായത്ത് ഓഫീസിന് സമീപം താമസിക്കുന്ന 62-കാരിയായ പുത്തലത്ത് ബേബി മരിക്കുകയും ഇവരുടെ മകളുടെ മകൾ 9 വയസ്സുകാരി ദൃഷാന ഗുരുതരമായി പരിക്കേറ്റ് കോമയിലാവുകയും ചെയ്തിരുന്നു. ഫെബ്രുവരി 17 രാത്രി വടകരയ്ക്ക് സമീപം ചോറോട് അമൃതാനന്ദമയി മഠം സ്റ്റോപ്പിലാണ് അപകടമുണ്ടായത്. രാത്രി 9 മണിയോടെ ചോറോഡിലെ ബന്ധുവീട്ടിലേക്ക് പോകാനായി ബസ്സിറങ്ങി റോഡ് മുറിച്ചു കടക്കുന്നതിനിടെയാണ് വെള്ള നിറത്തിലുള്ള കാർ ഇരുവരെയും ഇടിച്ചു വീഴ്ത്തിയത്. പോലീസ് സമീപത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചിരുന്നുവെങ്കിലും തെളിവൊന്നും കിട്ടിയില്ല. 10 മാസം കൊണ്ട് 50,000 ഫോൺ കോളുകളും 19,000 വാഹനങ്ങളും പരിശോധിച്ച ശേഷമാണ് കാർ കണ്ടെത്തിയത്. വാഹനമോടിച്ച RC ഉടമ പുറമേരി സ്വദേശി ഷജീൽ ഇതിനിടെ വിദേശത്തേക്ക് കടന്നു. ന്യൂസ് 18 വടകര. എറണാകുളം കാക്കനാട് ഭീതി പരത്തിയ ഒരു വ്യാജ ബോംബ് കഥയിലേക്കാണിത്. ഇൻഫോ പാർക്കിനടുത്തുള്ള ഹോട്ടലിലാണ് ഹെൽമറ്റിനകത്ത് നിന്ന് ബോംബെന്ന് തോന്നിക്കുന്ന വസ്തു കണ്ടെത്തിയത്. അതിൽ നിന്നും ബീപ്പ് ശബ്ദം കേട്ടതോടെ എല്ലാവരും പരിഭ്രാന്തിയിലായി. പിന്നീട് പോലീസ് എത്തിയതോടെ വ്യാജ ബോംബെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഒടുവിൽ ആ വ്യാജ ബോംബ് വെച്ചയാളെക്കുറിച്ചുള്ള അന്വേഷണം എത്തിയത് കൊച്ചിയിലെ ഒരു കോളേജ് വിദ്യാർത്ഥിയിലേക്കാണ്. കോളേജിലെ എക്സിബിഷന് വേണ്ടി ഉണ്ടാക്കിയ ആൽക്കഹോൾ ഡിറ്റക്ഷൻ മെഷീനായിരുന്നു അത്. അങ്ങനെ പോലീസിന്റെ വ്യാജ ബോംബ് കഥയ്ക്ക് ക്ലൈമാക്സ്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഹോട്ടലിന് മുന്നിലിരുന്ന ബൈക്കിന് മുകളിൽ നിന്ന് ഹെൽമറ്റും അതിനുള്ളിലായി പ്ലാസ്റ്റിക് കണ്ടെയ്നറിനുള്ളിൽ ഇലക്ട്രോണിക് ഡിവൈസും കണ്ടെത്തിയത്. ബൈക്കിന്റെ ഉടമ ഹെൽമറ്റും അതിലുണ്ടായിരുന്ന വസ്തുവും തന്റേതല്ലെന്ന് പറഞ്ഞ് കടയിൽ ഏൽപ്പിക്കുകയായിരുന്നു. ഇലക്ട്രോണിക് വസ്തുവിൽ നിന്ന് ബീപ്പ് ശബ്ദം കേട്ടതാണ് പരിഭ്രാന്തി സൃഷ്ടിച്ചത്. രാത്രി 11 മണിക്ക് ശേഷം അവിടെ പാർക്കിംഗ് ഏരിയയിൽ ഒരു ബൈക്കിന്റെ പുറത്തൊരു കവർ ഉണ്ട്. അപ്പോൾ ആ ബൈക്കിന്റെ ഉടമസ്ഥ വന്നപ്പോൾ അതൊരു കവർ ഇരിക്കുന്നതുകൊണ്ട് നമ്മളെ കൊണ്ടുവന്ന് ഇത് ആരതാണെന്ന്. അപ്പോഴാണ് അതിനകത്ത് നിന്ന് ശബ്ദം കേട്ട് അപ്പം തന്നെ പോലീസിന് ഇൻഫോം ചെയ്തു. രാത്രി അവർ വന്നു. അത് കഴിഞ്ഞിട്ട് ബോംബ് സ്ക്വാഡ് വന്നു. പോലീസും ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തി ഉപകരണം പ്രവർത്തനരഹിതമാക്കിയ ശേഷം കൊണ്ടുപോയി. ജനങ്ങളെ ബോംബാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പരിഭ്രാന്തിയിലാഴ്ത്തുന്നതിനായി ആരെങ്കിലും ചെയ്തതായിരിക്കുമെന്നും സംശയമുയർന്നു. ഒരു ഇലക്ട്രോണിക് സംവിധാനം ബോംബ് എന്ന് തോന്നാവുന്ന രീതിയിൽ സംശയിക്കാവുന്ന രീതിയിലുള്ള സംവിധാനം പോലെയാണ് തോന്നിയത്. അതുകൊണ്ട് ബോംബ് സ്ക്വാഡിനെയൊക്കെ വന്ന് അത് പരിശോധിച്ചപ്പോഴാണ് ഇതൊരു ഇലക്ട്രോണിക് സെറ്റിംഗ്സ് മാത്രമാണ്, ഇത് ഒരു പ്രഷർ സ്വിച്ച് കണക്ട് ചെയ്തിട്ട് ഉള്ള ഒരു സംവിധാനമാണെന്ന് മനസ്സിലായത്. അപ്പോൾ ഇത് ജനങ്ങളെ പരിഭ്രാന്തരാക്കാനായിട്ട് ആരോ ചെയ്തതായിട്ടാണ് പ്രാഥമികമായി നമ്മൾ വിലയിരുത്തുന്നത്. പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് ഹെൽമറ്റിന്റെ ഉടമ സ്റ്റേഷനിലെത്തിയത്. കൊച്ചിയിലെ ഒരു സ്വകാര്യ കോളേജിലെ ഒരു വിദ്യാർത്ഥി എക്സിബിഷന് വേണ്ടി തയ്യാറാക്കിയതായിരുന്നു ഈ ഉപകരണം. എക്സിബിഷൻ കഴിഞ്ഞ് സുഹൃത്തുക്കൾക്കൊപ്പം ചായ കുടിക്കാനാണ് ഹോട്ടലിലെത്തിയത്. മടങ്ങുമ്പോൾ ബൈക്കിന് മുകളിൽ നിന്ന് സാധനങ്ങൾ എടുക്കാൻ മറന്നു. പിന്നീട് മാധ്യമങ്ങളിലൂടെയാണ് വിദ്യാർത്ഥി ഇക്കാര്യം അറിയുന്നത്. കോളേജിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഇൻഫോ പാർക്ക് സ്റ്റേഷനിലെത്തി പോലീസിനോട് കാര്യങ്ങൾ വിശദീകരിച്ചതോടെയാണ് സംശയമൊഴിഞ്ഞത്. ന്യൂസ് 18 കൊച്ചി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. യുവനടി നൽകിയ ലൈംഗികാതിക്രമ പരാതിയിൽ സംവിധായകൻ ഒമർ ലുലുവിന് മുൻകൂർ ജാമ്യം. ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമാണ് പരാതിക്കാരിയുമായി ഉണ്ടായിരുന്നതെന്ന് പ്രഥമ ദൃഷ്ട്യാ വ്യക്തമെന്ന് ഹൈക്കോടതി. കുന്നംകുളം കീഴൂർ ശ്രീ വിവേകാനന്ദ കോളേജിൽ SFI ABVP സംഘർഷം. ആക്രമണത്തിൽ 2 SFI പ്രവർത്തകർക്കും 2 ABVP പ്രവർത്തകർക്കും പരിക്കേറ്റു. കണ്ണൂർ ഇരുട്ടിയിൽ വീട്ടിൽ നിന്ന് 3 ബോംബുകൾ കണ്ടെത്തി. ഉളിക്കൽ സ്വദേശി ഗിരീഷിന്റെ വീട്ടിൽ നിന്നാണ് ബോംബുകൾ കണ്ടെത്തിയത്. അവൻ എന്നോട് ചെയ്ത ചതി ഞാൻ ഒരിക്കലും മറക്കില്ല. എന്നെ അപമാനിച്ചതിന് ഞാൻ പ്രതികാരം ചെയ്യും. ഇങ്ങനെ മുറിപ്പെടുത്തുന്ന ഓർമ്മകളുമായി ജീവിക്കുന്ന ഒട്ടേറെ മനുഷ്യരുണ്ട് നമ്മുടെ ഇടയിൽ. വർഷങ്ങളോളം ഇത്തരം പ്രതികാര ചിന്തകളുമായി കഴിയുന്നവരെ പലയിടത്തും കാണാൻ കഴിയും. എന്നിട്ട് എന്താണ് പ്രയോജനം? പകയും പ്രതികാരവും നമ്മുടെ ജീവിതം നശിപ്പിക്കുമെന്നല്ലാതെ എന്തെങ്കിലും ഗുണമുണ്ടോ? എല്ലാം ഒന്ന് ക്ഷമിച്ചു നോക്കുകയും മറക്കാനും ക്ഷമിക്കാനും കഴിഞ്ഞാൽ
സമാധാനത്തോടെ ജീവിക്കാമെന്ന്. ഇതോടെ ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.